RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി 7:30 ഇന്ത്യൻ സമയം 7:30 നടക്കാൻ പോകുന്ന FA കപ്പിന്റെ ഫൈനലിനെ കുറിച്ചാണ്. ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയെ നേടാൻ പോകുന്നത്. എന്തായിരിക്കും മത്സരത്തിൽ നടക്കാൻ പോകുന്നത്? വല്ല പിടിയുണ്ടോ? സിറ്റി ഭയങ്കര ഫോമിലേക്കാണ് കളിക്കുന്നത്, കിടിലം ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചെൽസിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവസാനത്തെ 8ഓളം മത്സരങ്ങളിൽ വിജയിക്കാൻ പറ്റാതെയും ഗോളടിക്കാൻ പറ്റിയതും വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും പ്രതീക്ഷിക്കും സിറ്റി ജയിക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്നു. PSG വിസസ് ചെൽസി. എല്ലാവരും ഏകപക്ഷീയമായിട്ടൊരു 99% ചെൽസി, 95% വരുന്ന ചെൽസി ഫാൻ അടങ്ങുന്ന ഫുട്ബോൾ പ്രേമികൾ വിചാരിച്ച് ചെൽസി 8 നിലയിൽ പോട്ടും. അമ്മാതിരി പീക്ക് ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന PSG ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗും ഫ്രഞ്ച് ലീഗും അവിടുത്തെ ഫ്രഞ്ച് കപ്പും എല്ലാം നേടിയിട്ടാണ് വരുന്നത്. അതും കിടിലൻ ക്ലബ് വേൾഡ് കപ്പിലെ കിടിലൻ പെർഫോമൻസിലാണ് അവർ ഫൈനലിലെത്തി നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു 3-4 ഗോളിനൊക്കെ PSG ചെൽസിനെ അങ്ങോട്ട് പഞ്ഞിക്കിടുന്ന് വിചാരിച്ചു. പക്ഷെ നടന്നത് ചരിത്രമാണ്. അതുവരെ നിഴലിൽ മാത്രം ഉണ്ടായ അതുവരെ ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്ന ചെൽസിയാണ് ലൂയിസ് എൻട്രിക്കിന്റെ PSG 3-0 പരാജയപ്പെടുത്തിയത്. എന്താ പറയുക, നിശബ്ദമാക്കിയിട്ട് PSG നിശബ്ദമാക്കിയിട്ടാണ് ആ ഫൈനലിൽ അവർ കപ്പ് നോക്കുന്നത്. ക്ലബ് വേൾഡ് കപ്പിന്റെ ആ വിപുലീകരിച്ച രൂപത്തിലായിരുന്നു. മുമ്പ് എന്ന് പറഞ്ഞാൽ സെമി ഫൈനലും ഫൈനലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലബ് വേൾഡ് കപ്പിന്. ആദ്യ സമയം കുറച്ച് യൂറോപ്യൻ ക്ലബ്ബുകൾ മാത്രമേ പങ്കെടുക്കുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ കിഡിലിൻ ഒരു വേൾഡ് കപ്പ് ലെവലിലാണ് ടീമുകൾ 32 ടീമുകളൊക്കെ അണിനിരുന്ന ഒരു ക്ലബ് വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്. കിഡിലിൻ മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ വെച്ച് നടന്ന മത്സരത്തിൽ അങ്ങനെ ഫൈനലിലെത്തിയത് PSG വിസസ് ചെൽസി ആയിരുന്നു. അങ്ങനെ ചെൽസി ചാമ്പ്യന്മാരായിരിക്കണം. അതേപോലെ ഒരു അത്ഭുതം ഇന്ന് രാത്രി സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ചെൽസിയുടെ മോശം സീസൺ എന്ന് പറഞ്ഞാൽ മോശം സീസണാണ്. ഇപ്പോൾ സീസണിലെ അവസാന ഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയില്ല, യൂറോപ്പ ലീഗ് യോഗ്യതയില്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എവിടെ കിടക്കുന്ന സ്ഥാനത്ത് 7ാം സ്ഥാനത്തും 8ാം സ്ഥാനത്തേക്ക് ഇനി എന്തും സംഭവിക്കാം. എന്താ പറഞ്ഞാൽ തൊട്ട് പുറകിലുള്ള ബേൺഫോർഡും അങ്ങനെയുള്ള ടീമുകളൊക്കെ ഏത് സമയം മുന്നോട്ട് വരാം. എന്താ പറയുക, ചെൽസി ഇപ്പോൾ അവസാനത്തെ 8 മത്സരങ്ങൾ ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടിരിക്കണം. അവസാന മത്സരത്തിൽ മാത്രം ഗോൾ അടിച്ചിട്ടുള്ളത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇതാണ് അവസ്ഥ. ഭയങ്കര എന്താ പറ്റുന്ന ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഗോൾ അടിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ വെംബ്ലിയിൽ ആ ഒരു വൈകുന്നേരം ഉണ്ടല്ലോ, അത് ഇളം നീല നിറമായിരിക്കും, കടും നീല നിറമായിരിക്കും എന്നാണ് എല്ലാവരും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഇളം നീല നിറം ആവാനായിരിക്കും ചാൻസ് എന്നൊക്കെ പലരും പറയും. പക്ഷേ ഇത് ഫുട്ബോളാണ്. ആ 90 മിനിറ്റ് ഗെയിമിൽ ആർക്കാണ് അത് ജയിക്കാൻ കഴിയുന്നത്? പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ മലർത്തി അടിച്ചിട്ട് ചെൽസി ഒരു കംബാക്ക് നടത്തുന്നത് ഒരു ഫൈനലാണ്. ഇത് എവേ ഹോം എന്നൊന്നും ഇല്ല. ഒരൊറ്റ ഫൈനൽ മത്സരം 90 മിനിറ്റ് പിന്നെ എക്സ്ട്രാ ടൈമും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ FA കപ്പിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എമിറേറ്റ്സ് FA കപ്പ് എന്നാണ്. അപ്പോൾ എമിറേറ്റ്സിന്റെ ആൾക്കാർ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ നേടിയത്. 14 തവണയാണ് ആഴ്സണൽ കപ്പ് നേടിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിരുന്നു ക്രിസ്റ്റൽ പാലസ്. സിറ്റി ആണെങ്കിൽ ലീഗ് അവസാനപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവസാനപ്പോൾ മിന്നും ഫോമിലാണ്. അവർ കരബാവോ കപ്പ് ആഴ്സണലിനെ പരാജയപ്പെടുത്തി. അതേപോലെ തന്നെ ആഴ്സണൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് 2 മത്സരങ്ങളും 3 മത്സരങ്ങളൊക്കെ ബാക്കിയുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെങ്കിലും ആഴ്സണൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് സിറ്റി തന്നെയാണ്. മാഞ്ചസ്റ്റർ സിറ്റി പെപ്പിന്റെ കീഴിൽ കിടിലൻ പെർഫോമൻസ്. ഈ സീസണിൽ ഏറ്റവും പെപ്പിന്റെ മോശം സീസണായിരുന്നു. പക്ഷേ പെപ്പ് കിടിലൻ പെർഫോമൻസ് തിരിച്ചു വരുന്ന അവസാന മത്സരത്തിൽ എവർട്ടന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ആദ്യം സിറ്റിയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. പിന്നീട് 3 ഗോളാണ് സിറ്റി വഴങ്ങുന്നത്. പിന്നെ 90 മിനിറ്റ് വിസിലടിക്കുന്നതിന് മുമ്പായിട്ട് അവർ 3-3 സമനിലയാണ്. അങ്ങനെയാണ് 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. ആ ഡ്രോപ്പ് ചെയ്തത് കൂടിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ആഴ്സണൽ ആയിട്ടുള്ള പോയിന്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ഇപ്പോൾ ഗ്യാപ്പാണ് നിൽക്കുന്നത്. അവസാന മത്സരത്തിൽ 3 ഗോളിന് വിജയിച്ചു സിറ്റി ഉള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ഈ സീസണിൽ ഒരു ഡബിൾ അടിക്കാനുള്ള ചാൻസ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിട്ടില്ല എന്നുള്ള കഥ അവിടെ നിൽക്കുക. പക്ഷേ FA കപ്പ്, കരബാവോ കപ്പ് ഓൾറെഡി തൂക്കിയിട്ടുണ്ട്. ഇനി FA കപ്പാണ്. അത് ചെൽസി ആണെന്നുള്ള കാര്യം, ചെൽസിയെ സിമ്പിളായിട്ട് എന്തായാലും പെപ് ഗാർഡിയോള കാണില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പെപ്പ് എന്തായിരിക്കും നാളെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കിടലൊരു വിജയമായിരിക്കും. എന്താ പറയുക, സിറ്റിയുടെ ആ ഇപ്പോഴത്തെ ഒരു ഫോം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ ഈ അവസാനം ആവും തോറും ഇങ്ങനെ വീര്യം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏത് സമയം ടൈറ്റിൽ അടിക്കുന്നുള്ള ഘട്ടത്തിൽ 9 പോയിന്റ് ഒക്കെ ഒരു സമയത്ത് ആഴ്സണലായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ആഴ്സണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും, അതേപോലെ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ വന്നു. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ വോട്ടിലാവുമെന്നാണ് ഇപ്പോൾ സിറ്റി ആഴ്സണൽ ഫാൻസ് സിറ്റി ഫാൻസിനോട് ചോദിക്കുന്നത്. നിങ്ങൾ വോട്ടിലാവുമെന്ന്. അതേ പോക്കിങ്ങാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ആഴ്സണലിൽ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ നിൽക്കുന്നത് PSG-ക്കെതിരെ. അപ്പോൾ ഇവർ വന്ന വഴി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെൽസിയുടെ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ഒരു ഫൈനൽ ബർത്ത്, ഫൈനലിലേക്ക് എത്തിയ ഒരു വഴി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഫിക്ചർ നോക്കുകയാണെങ്കിൽ കുറച്ച് കടുകട്ടിയായിരുന്നു. എന്താ പറയുക, ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ആയിരുന്നു മത്സരം. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് 3-1 പരാജയപ്പെടുത്തിയിട്ട് അതിനുശേഷം വരുന്നത് സാക്ഷാൽ ലിവർപൂളിനെ നിലം പൈസയാക്കി 4-0 വിജയമായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി നേടിയത്. അതിനുശേഷം സിറ്റി നേരെ ചെൽസിയെ നേരിടാൻ പോകുന്നത്. ചെൽസിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പോർട്ടോ വാലി എന്ന് പറയുന്ന ഒരു ക്ലബ്ബായിട്ട്
1-0 സണ്ടർലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ആ ഒരു ബർത്തിലേക്ക് വന്നത്, ഒരു സെമി ഫൈനലിലേക്ക് വന്നത്, ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നത്. ക്വാർട്ടർ ഫൈനലിൽ 7-0 ചെൽസി ആ ഒരു ചെറിയ ടീമിനെ പഞ്ഞിക്കിട്ടത്. അതിനുശേഷം ലീഡ്സ് യുണൈറ്റഡ് ആയിരുന്നു. ലീഡ്സ് യുണൈറ്റഡിന് 1-0 കിട്ടിയ മത്സരമായിരുന്നു. 1-0 പരാജയപ്പെടുത്തിയിട്ടാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി വെംബ്ലിയിൽ ഒരു തീപ്പാറിയ പോരാട്ടം തന്നെയായിരിക്കും. എന്താ പറയുക, ഫൈനലാണ്. അപ്പോൾ ചെൽസി എന്തും കൊടുക്കും. അതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ പിന്നെ ഒന്നും കിട്ടാനില്ല. ചാമ്പ്യൻസ് ലീഗും ഇല്ല യോഗ്യത, അതേപോലെ യൂറോപ്പ ലീഗും ഒന്നുമില്ല. അപ്പോൾ കിട്ടിയ ഒരു കപ്പ് ഇല്ലെങ്കിൽ ഒരു കളി എന്ന് പറഞ്ഞുള്ള അവസ്ഥയിലേക്കും കളി, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ മോശം സീസണാണ് പറഞ്ഞിട്ട് ഈ 2 കപ്പും തൂക്കി ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എങ്ങാനും ആഴ്സണൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ച് ഓരോ 3 പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം, ഇനി അടുത്ത മത്സരങ്ങൾക്ക് സിറ്റി ജയിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിക്കാനുള്ള ചാൻസുകളെല്ലാം ഉണ്ട്. നാളത്തെ കളി എന്തായാലും കഴിയട്ടെ. കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഒരു എനർജി കൂടി കയറാനുണ്ട്. പെപ്പിന്റെ ആ ഒരു സിറ്റി ഉണ്ടല്ലോ, അവരുടെ അത്ര നിശാരക്കാരല്ല. അതിന്റെ ഏറ്റവും മോശം സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവർ ഒരു കപ്പ് തൂക്കി ഒരു കപ്പിന്റെ ഫൈനലിൽ എത്തി എന്നുള്ള കാര്യം. ചാമ്പ്യൻസ് ലീഗിൽ റയലിനോടായിട്ട് പരാജയം അത് നമ്മൾ കണ്ടാണ്. പക്ഷേ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ചാമ്പ്യൻസ് ലീഗിൽ കുറെ കാലമായിട്ട് റയലും സിറ്റി ആയിട്ടുള്ള ആ ഒരു റൈവൽറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സിറ്റി കുറെ ഗെയിമുകൾ ജയിക്കുന്നുണ്ട്, അതേപോലെ തന്നെ റയൽ മാഡ്രിഡും കുറെ ഗെയിമുകൾ കളിക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ക്ലബ് ഫുട്ബോളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി FA കപ്പ് ഉണ്ട്. ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ 2026 എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ ഒരു നല്ല കാലം തന്നെ പറയാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 3 ഇംഗ്ലീഷ് ടീമുകളാണ് യൂറോപ്പാന്റെ ഫൈനലുകളിൽ തിരികെ ചാമ്പ്യൻസ് ലീഗ് ആഴ്സണൽ എത്തിയിട്ടുണ്ട്, യൂറോപ്പ ലീഗിൽ ആസ്റ്റൺ വില്ല ഫൈനലിൽ എത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ ക്രിസ്റ്റൽ പാലസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ 3 ടീമുകൾ നിൽക്കുന്നുണ്ട് അതിന്റെ. അപ്പോൾ ഈ 3 ഫൈനലുകളിൽ ഏതൊക്കെ ഫൈനലുകൾ ജയിക്കാൻ ചാൻസ് ഉണ്ട് ചോദിച്ചാൽ 3 ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആഴ്സണൽ ഒരു ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആസ്റ്റൺ വില്ല ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്രിസ്റ്റൽ പാലസ്. ഇവർ 3 ടീമുകളും ആ ഒരു ഫൈനലിൽ ഒരുങ്ങിക്കൊണ്ടു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആ ഒരു ടൈറ്റിൽ അടിച്ചിട്ട് കത്തിക്കാൻ വരിക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ ക്ലബ് ഫുട്ബോളിനോട് ഇവിടെ പറയാൻ പോകണം. ഈ മാസത്തോട് കൂടിയിട്ട് ഏകദേശം ഈ FA കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതേപോലെ ലാ ലീഗും കാര്യങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്ന 2-3 മത്സരങ്ങളൊക്കെ ബാക്കിയുള്ളൂ. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ യൂറോപ്പ ലീഗ് ഫൈനലിൽ വരുന്നുണ്ട്, കോൺഫറൻസ് ലീഗ് ഫൈനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.